ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വിശേഷം. ഇന്ന് നമ്മുടെ കറിക്കൂട്ടിൽ രണ്ടാമത്തെ വിഭവം നമ്മുടെ കോവയ്ക്കയാണ്. കോവയ്ക്ക എല്ലാവർക്കും അറിയാമല്ലോ, പല സ്ഥലങ്ങളിൽ പല പേരുകൾ അറിയപ്പെടുന്ന കോവയ്ക്ക. ഇന്ന് കോവയ്ക്ക ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ കോവയ്ക്ക നീളത്തിലും വട്ടത്തിലും ഒക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ ഇന്ന് നീളത്തിലാണ് അരിഞ്ഞെടുത്ത്. കൂടെ കുറച്ച് സവാള, പച്ചമുളക് ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രം എടുത്ത് ചൂടാക്കി എണ്ണയൊഴിച്ച് കടുക് അങ്ങ് പൊട്ടിക്കാം. കടുകിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം. ഭംഗിക്കല്ല കേട്ടോ, ഒരു ടേസ്റ്റിന്. ആ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്കയും സവാളയും പച്ചമുളകും എല്ലാം കൂടെ തട്ടിയിട്ട് ഇളക്കൽ നല്ലപോലെ അങ്ങ് ഇളക്കി കൂട്ടി വെച്ച ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ലേശം മുളക് പൊടി, നമ്മുടെ ആവശ്യത്തിന് ഉപ്പ്, നമ്മുടെ ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതി കേട്ടോ. അതും കൂടെ ഇട്ട് നല്ലപോലെ തപ്പിപ്പൊത്തി നല്ലപോലെ ഇളക്കി കൂട്ടിയെടുക്കാം. നല്ലപോലെ അങ്ങ് ഇളക്കി കൂട്ടിയെടുത്ത് വെച്ചിട്ട് 4 സൈഡിൽ നിന്നും ഒന്ന് കൂട്ടിയെടുക്കുക. ആ 4 സൈഡ് ഒന്ന് കൂട്ടിയെടുത്തൊന്ന് അടച്ച് വെച്ചിട്ട് 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ച ശേഷം തുറന്ന് നോക്കിയിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പും എരിവും ഒക്കെ പാകത്തിലാണെങ്കിൽ കോവയ്ക്ക വെന്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോവയ്ക്ക റെഡി ആയിട്ടുണ്ട്.